ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ചെറിയ പെരുന്നാളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിലനിൽക്കുന്നതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ചുരുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണ്ഡിതന്മാരും കാസിമാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സേഫായി വീടുകളിൽ തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് റേഷൻ കട പ്രവർത്തിക്കുന്നതല്ല, റേഷൻ കട അവധിയാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പറയുന്നത് ഓരോ റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു റേഷൻ വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു വാർത്തയാണ്. നമുക്ക് ലഭിച്ചിരുന്ന റേഷൻ കട വഴി ലഭിച്ചിരുന്ന മണ്ണെണ്ണയിലാണ് ഈ ഒരു വെട്ടിക്കുറക്കൽ ഉണ്ടായിട്ടുള്ളത്. ഇനി 3 മാസത്തിൽ ഒരു തവണ മാത്രമാണ് മണ്ണെണ്ണ ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണ 3 മാസത്തിലൊരിക്കലും, അതുപോലെ തന്നെ വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് 3 മാസത്തിലൊരിക്കൽ 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. 1 ലിറ്ററിന് 41 രൂപ എന്ന വലിയ തുകയും ഇതിന് നൽകേണ്ടി വരും എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയിരുന്നു. നാളെ റേഷൻ കട ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണത്തെ പോലെ തന്നെ രാവിലെ 8:30 ഉച്ചയ്ക്ക് 2:30 വരെയായിരിക്കും നാളെ റേഷൻ കടയുടെ പ്രവർത്തനം. എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടയിൽ നിന്ന് വാങ്ങാനാവും. ഏപ്രിൽ മാസത്തെ വിഷു കിറ്റ് എല്ലാ റേഷൻ കടകളിലും വിതരണത്തിന് ആവശ്യമായി എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നിങ്ങളുടെ റേഷൻ കടയിലും അത്തരത്തിലുള്ള കിറ്റുകൾ എത്തിയിട്ടുണ്ടാകും. ആ കിറ്റുകൾ നിങ്ങൾ കൈപ്പറ്റണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ അരികൾ പല റേഷൻ കടകളിലേക്കും ഇപ്പോൾ എത്തിയിട്ടില്ല. അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം വിതരണം ചെയ്യാനുള്ള അരികൾ ഇപ്പോഴും പല റേഷൻ കടകളിലേക്കും എത്തിയിട്ടില്ല. അതിന്റെ വിതരണം അടുത്ത ആഴ്ച മുതലൊക്കെ സജീവമാകുന്നതായിരിക്കും. കേന്ദ്ര സർക്കാർ 70,000 മെട്രിക് ടൺ അരി ഇതിനകം കേരളത്തിന് കൈമാറി കഴിഞ്ഞു ഇത്തരത്തിലുള്ള വിതരണത്തിനുള്ളത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ഇത്തരത്തിൽ ലഭിക്കുക. നമുക്കറിയാം, ഇതിനു മുമ്പ് നമുക്ക് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം വിതരണം ചെയ്തപ്പോൾ കടലയും പയറും ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഒരു കടലയും പയറും ഇല്ല. അതോടൊപ്പം തന്നെ ഈ മാസമുള്ള മെയ് മാസത്തെ കിറ്റിന്റെ വിതരണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിങ്കളാഴ്ചയോടുകൂടി അതിന്റെ വിതരണം തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഔദ്യോഗികമായിട്ട് എന്തെല്ലാം ഉണ്ടാകും എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏകദേശം 12 ഐറ്റം കിറ്റ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇത്രയാണ് ഈ ഒരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.